ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വിത്ത് നോറ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇപ്പം 2025 ആണ്. നമ്മൾ 24-ന് 25-ലോട്ട് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പൊ എങ്ങനെയുണ്ട്? 2025 ആണോ 2024 ആണെന്നുള്ളത് ഇപ്പോഴേ നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് എനിക്ക് എന്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ 2024 ലാസ്റ്റ് ഒക്കെ ഒരു ഏപ്രിൽ കഴിഞ്ഞ് ഡിസംബർ വരെ നല്ല ശോകമായിരുന്നു. ഇപ്പൊ ഈ ഒരു ജനുവരി ഫസ്റ്റ് വീക്ക് കുറച്ച് കുഴപ്പമില്ലാതെ പോയി. ഇപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ്? പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്തത്? ഞാൻ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പുറത്തൊക്കെ ആയിരുന്നു. ഈ ന്യൂ ഇയർ നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്തു. പിന്നെ നിങ്ങളുടെ ന്യൂ ഇയർ എങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ജനുവരി ഫസ്റ്റ് വീക്ക് എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമന്റ് ചെയ്തോളൂ. പിന്നെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ, ഞാനിത് ജനുവരി ഫസ്റ്റ് വീക്ക് അതായത് ഫസ്റ്റ് ഡേ എടുക്കണമെന്ന് വിചാരിച്ച വീഡിയോ ആണ്. ബട്ട് എനിക്ക് കുറച്ച് ടൈമിന്റെ ഇഷ്യൂ വന്നതുകൊണ്ട് എനിക്ക് ഇപ്പോഴാണ് എടുക്കാൻ പറ്റിയത്. ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല്, ഞാൻ ജനുവരിയിൽ അല്ലെങ്കിൽ 2025 ജനുവരിയിൽ ഞാൻ ചെയ്യാൻ പോകുന്ന, അതായത് എനിക്കുള്ള കുറച്ച് എന്താ പ്ലാൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് എനിക്കത് അച്ചീവ് ചെയ്യണം എന്നുള്ള കുറച്ച് പ്ലാൻസ്. അതിൽ ഫസ്റ്റ് പ്ലാൻ ആണ് എനിക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യണം. അതായത് ബോഡി ഷേമിങ് നല്ല രീതിക്ക് എനിക്ക് കിട്ടാറുണ്ട്. ബോഡി ഷേമിങ് ഞാൻ നല്ല സ്കെൽറ്റാണ്. അതായത് എന്റെ ഏജിനുള്ളൊരു വെയിറ്റ് എനിക്കില്ല. അപ്പം ഇത്രയും നാളെ ഞാനത് അത്ര കൺസിഡർ ചെയ്തിട്ടില്ല. ബട്ട് ഇപ്പൊ റീസെന്റ് ആയിട്ട് ഞാൻ എന്റെ വെയിറ്റ് ചെക്ക് ചെയ്തപ്പോൾ 37 ഉള്ളൂ എനിക്കപ്പോ. അതെനിക്ക് എനിക്കൊരു 40ക്ക് അപ്പുറം. ഞാൻ എപ്പോ ചെക്ക് ചെയ്താലും ഫസ്റ്റ് ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് കുറെ നാൾ മുമ്പ് ചെക്ക് ചെയ്തത് 35 ആയിരുന്നു. പിന്നെ ഒരു 39 ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ഞാൻ റീസെന്റ് ചെക്ക് ചെയ്തപ്പോൾ 37 ആണ്. അപ്പം എന്റെ ഏജിന് അത് ഭയങ്കര കുറവാണ്. അപ്പൊ എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാനൊക്കെ നല്ല ചാൻസ് ഉണ്ട്. അതിന്റെ കൂടെ തന്നെ എനിക്ക് നല്ല രീതിക്ക് ഒരു ദിവസം പോലും ഞാൻ കേൾക്കാത്തതായിട്ടില്ല. നീ എന്താ ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്ന, എന്താ അങ്ങനുണ്ടോ ഇങ്ങനുണ്ടോ, അതൊക്കെ കുറെ ആൾക്കാർ ചോദിക്കാറുണ്ട്. എല്ലാ ദിവസവും ചോദിക്കാറുണ്ട്. അപ്പൊ അതെനിക്ക് ചില സമയം ഹർട്ടാവുന്നില്ല. എപ്പോഴും കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഹർട്ടാവില്ല. അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് റീൽസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ബോഡി ഷേമിങ് കിട്ടാറുണ്ട്. അത് ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. അതിപ്പോ നമ്മള് ഓവർ ആയാലും ഒട്ടുമില്ലെങ്കിൽ എല്ലാരും നമ്മളെ പറയാറുണ്ട്. അതുകൊണ്ട് അതല്ല. ബട്ട് എന്നാലും എനിക്കൊരു തോട്ടുണ്ട്, ഒരു 40 കഴിയണം. എനിക്ക് ഒരുപാട് വേണമെന്നില്ല. ഒരു 42 അല്ലെങ്കിൽ 45 ആവണം എന്നെനിക്ക് ഒരാഗ്രഹമുണ്ട്. അത് ഞാൻ ടൈം നോക്കിയത് ജനുവരി ഫസ്റ്റ് ടു മാർച്ച് ഫസ്റ്റ് ആണ്. അതായത് മാർച്ച് ഫസ്റ്റിന് നോക്കുമ്പോൾ 40 കഴിയണം എന്നൊരു പ്ലാനാണ് എനിക്കുള്ളത്. ഇപ്പൊ എനിക്ക് ഒരു 37 അല്ലേ, അപ്പൊ 43 42 അത്രയൊക്കെ കിട്ടിയാലും ഞാൻ ഹാപ്പിയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ജനുവരി 1 മുതൽ നല്ല രീതിക്ക് ഫുഡ് കഴിക്കുന്നുണ്ട്. കിട്ടുമായിരിക്കാം. അപ്പൊ ഞാൻ ഇപ്പൊ വിചാരിക്കുന്നത്, ഇനി ഒന്നും വെയിറ്റ് ഇപ്പോഴൊന്നും നോക്കാതെ മാർച്ച് ഫസ്റ്റിന് പോയി വെയിറ്റ് ചെക്ക് ചെയ്യുമ്പോൾ 40 കഴിഞ്ഞിരിക്കണം, 42 or 43 ആയിരിക്കണം എന്നാണ് എന്റെ പ്ലാൻ. അത് ഭയങ്കര ഇമ്പോർട്ടന്റ്. ഞാൻ ആദ്യം എടുത്ത തീരുമാനം അതായിരുന്നു. സെക്കൻഡ് വൺ എന്ന് വെച്ചാൽ, എനിക്ക് ഞാനിപ്പോ ഇൻസ്റ്റയിലൊരു ഫസ്റ്റ് എനിക്കൊരു ഞാൻ ഫെബ്രുവരി 2-നാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 2023 ഫെബ്രുവരി 2. അപ്പൊ ആ സമയത്ത് ഞാൻ അതിനു വേണ്ടിയിട്ട് നല്ല രീതിക്ക് ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു. അതായത് എന്റെ പുതിയൊരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തത് ഫെബ്രുവരി 2-നാണ്. നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്തിട്ട് എനിക്ക് കുറച്ച് നാളായി, മാർച്ച് ഏപ്രിലൊക്കെ ആയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടി തുടങ്ങി, റീച്ച് കിട്ടി തുടങ്ങിയായിരുന്നു. ബട്ട് ഞാൻ പറയാം, എനിക്ക് 2024 ഭയങ്കര ശോകം പിടിച്ചൊരു ഇയർ ആയിരുന്നു. ഏപ്രിൽ ആയപ്പോഴത്തേക്ക് എനിക്ക് ഫാമിലിയിൽ കുറച്ച് ഇഷ്യൂസ് തുടങ്ങി. അപ്പൊ ഞാൻ റീച്ച് ഉള്ള സമയത്ത് ഞാനിത് ഒഴിവാക്കി. ഇൻസ്റ്റയിലെ റീൽ ഇടുന്നതും എല്ലാം ഞാൻ ഒഴിവാക്കി. അങ്ങനെ റീച്ച് കിട്ടിയത് ഞാൻ കുറച്ച് ഡൗൺ ആയി. അപ്പം ഞാൻ റിയലൈസ് ചെയ്തു, ഞാൻ ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല എന്ന് ഞാൻ റിയലൈസ് ചെയ്തു തിരിച്ചു വന്ന സമയത്ത്. ബട്ട് ആ ഒരു റീച്ച് നിന്ന സമയത്ത് ഡൗൺ ആയിപ്പോയി. ബട്ട് ഞാൻ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തു. 3 months, അതായത് ഈ 2024 ലാസ്റ്റ് ഒരു 3 months കുറച്ച് ഡേയ്സും കൊണ്ട് ഞാനൊരു 4,000 അടുത്ത് ഞാൻ ഫോളോവേഴ്സ് ഗെയിൻ ചെയ്തു. അതായത് ഇപ്പോഴത്തെ എന്റെ ഫോളോവേഴ്സ് 1 year ആവുമ്പോഴത്തേക്ക് എന്റെ ഫോളോവേഴ്സ്, ഇപ്പോഴത്തെ റീസെന്റ് ഫോളോവേഴ്സ് 6,400 ആണ്. അപ്പം എനിക്ക് അതൊരു 10K 1 year ഫെബ്രുവരി 2-നുള്ളിൽ എനിക്ക് 10K ആക്കുമോ പറ്റുമെന്ന് എനിക്കറിയില്ല. ബട്ട് എനിക്ക് 10K ആക്കണം. അതും ജെന്യുവിൻ ആയിട്ടുള്ള ഫോളോവേഴ്സിനാണ്. അതായത് ഇപ്പൊ റീസെന്റ് ആയിട്ട് ബോട്ട് ഫോളോവേഴ്സിനെ കയറ്റുന്നവരും അതേപോലെ തന്നെ പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുന്നവരുണ്ട്. പെയ്ഡ് ആയിട്ട് ഫോളോവേഴ്സിനെ കയറ്റുന്നവരുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് പെയ്ഡ് ആയിട്ട് ആദ്യം ബോട്ട് ഫോളോവേഴ്സിനെ കേട്ടിട്ടുള്ള അക്കൗണ്ട്, പിന്നെ അത് പെയ്ഡ് ആയിട്ട് മറ്റേ ഇത് ചെയ്തിട്ട് പെയ്ഡ് ആയിട്ട് ഫോളോവേഴ്സിനെ മല്ലു ഫോളോവേഴ്സ്, അല്ലെങ്കിൽ പെയ്ഡ് ആയിട്ട് നമുക്ക് റീച്ച് കിട്ടുന്ന പെയ്ഡ് ആയിട്ട് റീച്ച് കിട്ടി കയറിയ അക്കൗണ്ട്സ് ഞാൻ കണ്ടിട്ടുണ്ട്. ബട്ട് ഞാൻ ഇന്ന് വരെ അത് ചെയ്തിട്ടില്ല. ഇനി എനിക്ക് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല. എനിക്ക് ജെന്യുവൻ ആയിട്ടുള്ള, ഞാൻ
ചെയ്യുന്ന വീഡിയോ കണ്ടിട്ട് എന്നെ ഫോളോ ചെയ്യണമെന്നുണ്ട്. എനിക്ക് അപ്പ് ആൻഡ് ഡൗൺസ് നല്ല രീതിക്ക് ഉണ്ടാകാറുണ്ട്. ബട്ട് എനിക്ക് അത് തന്നെയാണ്, അതായത് ഞാൻ ചെയ്യുന്ന വീഡിയോ കണ്ടിട്ട് എനിക്ക് ഫോളോവേഴ്സ് ഉണ്ട്. അത് ലേറ്റ് ആവുമായിരിക്കും, ബട്ട് എനിക്കത് അങ്ങനെ ജെന്യുവൻ ആയിട്ടുള്ള ഫോളോവേഴ്സിനെ വേണം. അതിന് ഞാൻ 1 രൂപ പോലും എനിക്ക് ഫോളോവേഴ്സിനെ വേണമെന്നോ അല്ലെങ്കിൽ എനിക്ക് റീച്ച് കിട്ടണമെന്നോ പറഞ്ഞിട്ട് 1 രൂപ പോലും ഞാൻ മുടക്കില്ല. അതെന്റെ ഒരു തീരുമാനമാണ്. അങ്ങനെ എനിക്കൊരു ഫോളോവേഴ്സിനെ വേണം. അതായത് 10K ഫോളോവേഴ്സ് ആവണം ഈ ഇയർ. അതായത് ഈ ഇയർ ഏപ്രിൽ ലാസ്റ്റ്, അതായത് April 29 എന്റെ ബർത്ത്ഡേ ആണ്. അപ്പോഴത്തേക്ക് ഒരു 10K ഫോളോവേഴ്സ് ആക്കണം എന്നാണ് എന്റെ പ്ലാൻ. അതാണ് എന്റെ സെക്കൻഡ്. അത് ഞാൻ നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് കിട്ടും. ഡെയിലി ഞാൻ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ കിട്ടുമെന്ന വിശ്വാസമാണ് സെക്കൻഡ്. അപ്പോൾ തേർഡ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എന്റെ യൂട്യൂബാണ്. അതായത് ഞാൻ ഒരു 2024 ലാസ്റ്റ്, എനിക്ക് തോന്നുന്നു ഒരു വൺ മന്ത് കഴിഞ്ഞോ 2 മന്തിന് അടുത്താവുന്നതേ ഉള്ളൂ ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട്. എനിക്ക് യൂട്യൂബിനെ പറ്റി ഒന്നും അറിയില്ല. ഞാൻ ഇങ്ങനെ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ. ഞാൻ ലോങ് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല അധികം. ഒരു വീഡിയോ, അതും 2 മിനിറ്റ്സ് എന്തോ ഉള്ളൂ. അപ്പൊ എനിക്ക് യൂട്യൂബിനെ പറ്റി ഒന്നും അറിയില്ല. അപ്പോൾ യൂട്യൂബിനെ പറ്റി പഠിച്ച് അതിന്റെ എല്ലാ കാര്യങ്ങളും, അതായത് ഇപ്പം ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് ഷോർട്സ് അപ്ലോഡ് ചെയ്ത് അതിനെപ്പറ്റി മറ്റ് യൂട്യൂബേഴ്സിനെ എല്ലാം ഒന്ന് റിസർച്ച് ചെയ്തിട്ട് എനിക്കൊരു ഈ ഇയർ എൻഡ് ആവുമ്പോൾ, ഞാൻ അധികം ഷോർട്ട് ടൈം അല്ല പറയുന്നത്, ഈ ഒരു ഇയർ എൻഡ് ആവുമ്പോഴത്തേക്ക് എനിക്കൊരു 5,000 സബ്സ്ക്രൈബേഴ്സ് എങ്കിലും വേണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. അത് കിട്ടും എന്നാണ് എന്റെ ഒരു അതിനുവേണ്ടി ഞാൻ ഹാർഡ് വർക്ക് ചെയ്യും. ഇപ്പം ഇൻസ്റ്റയ്ക്ക് വേണ്ടി ചെയ്യുന്നത് പോലെ തന്നെ യൂട്യൂബിലും കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നാണ് എന്റെ പ്ലാൻ. എന്റെ തേർഡ് പ്ലാൻ ഇൻസ്റ്റയാണ്, യൂട്യൂബാണ്. ഫോർത്ത്, ഞാനിപ്പം അത് ഫോർത്ത് അല്ല, ബട്ട് ഇതെല്ലാം ഒരുപോലെ ഇമ്പോർട്ടന്റ് ഉള്ളതാണ്. ഫോർത്ത് ഉള്ളത്, ഞാനിപ്പോ ഒരു ക്ലാസ്സിന്, ഇപ്പോഴെന്നല്ല കഴിഞ്ഞ ഇയർ മാർച്ചിൽ ഞാൻ ക്ലാസ്സിന് ജോയിൻ ചെയ്തായിരുന്നു. ബട്ട് എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ 2024 കുറെ ഇഷ്യൂസ് കാരണം എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോ എനിക്കത് ഇനി ഇപ്പൊ ഞാൻ റീസെന്റ് ആയിട്ട് ഞാനത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ റീസ്റ്റാർട്ട് ചെയ്ത് January 1 മുതലാണ്. അപ്പോൾ ഇനി എനിക്ക് ഈ ഒരു എനിക്കൊരു 3-4 മന്തിനുള്ളിൽ അത് കംപ്ലീറ്റ് ആവും. ആ 3-4 മന്തിനുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യണം. അതിനി എന്ത് വന്നാലും എന്ത് പ്രശ്നം വന്നാലും അത് കംപ്ലീറ്റ് ചെയ്യണം എന്ന് തന്നെയാണ് എന്റെ ഇപ്പോഴത്തെ പ്ലാൻ. അതായത് ഞാൻ എന്റെ കയ്യിൽ ഡയറി ഉണ്ട്. അതായത് ഞാൻ കഴിഞ്ഞ മാർച്ചിൽ പോയിട്ട് പിന്നെ എന്തോ ഒരു 2 മന്ത്സ് പോയി, അതും ഇടവിട്ട് പോയി. പിന്നെ ഞാൻ പോയിട്ടില്ല, കണ്ടിന്യൂസ് ക്ലാസ്സിന് പോയിട്ടില്ല. ഇപ്പൊ ഞാൻ വീണ്ടും January 1 മുതൽ റീസ്റ്റാർട്ട് ചെയ്തിട്ട് സൺഡേ മാത്രമേ ലീവ് വന്നിട്ടുള്ളൂ. അതേപോലെ കണ്ടിന്യൂ ചെയ്തെങ്കിൽ ഈ ഒരു കോഴ്സ് തീരുന്നത് വരെ ഒരു 4 മന്ത്സിനുള്ളിൽ എനിക്ക് ഒരു 10 ലീവേ എടുക്കരുതെന്നാണ് എന്റെ പ്ലാൻ. ബട്ട് നമുക്ക് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ 10 ലീവിന്റെ അടുത്ത് പോലും എനിക്ക് ലീവ് വരല്ലേ, എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. ഇതുവരെ അതായത് ഈ ഒരു വീക്ക് പോയതുപോലെ കണ്ടിന്യൂസ് പോകാനും ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും പിന്നെ ഒരു നല്ലൊരു ജോബ് കണ്ടുപിടിക്കാനും ഫൈൻഡ് ചെയ്യാനും ഈ ഒരു ഇയർ എനിക്ക് യൂസ്ഫുൾ ആവണം എന്നാണ് എന്റെ ഫോർത്ത് പ്ലാൻ. ഫോർത്ത് എന്ന് വെച്ചാൽ അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്ലാനാണ്. ഈ ഒരു കോഴ്സ് കണ്ടിന്യൂ ചെയ്ത് പോകാനും ഒരു ജോബ് ഫൈൻഡ് ചെയ്യാന്നുള്ളത് എന്റെ എന്തായാലും 4ാമത്തെ ആണെങ്കിലും അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്റെ ഒരു പ്ലാനാണ്. അതിന് ഈ ഇയർ കൊണ്ട് അതിന്റെ തീരുമാനമാകണം എന്നാണ് എന്റെ പ്ലാൻ. അപ്പോ ഇതാണ് എന്റെ മെയിൻ 4 പ്ലാൻസ്. ഇത് ഈ ഒരു, അതായത് ഇപ്പം ഫോളോവേഴ്സിന്റെ ആണെങ്കിൽ, ഇൻസ്റ്റ ഫോളോവേഴ്സിന്റെ ആണെങ്കിൽ ഏപ്രിൽ, അതായത് March 1, April 29 എന്റെ ബർത്ത്ഡേ, അന്ന് ഒരു 10K ഫോളോവേഴ്സ് ആണ് എന്നുള്ളത്. വെയിറ്റ് ഗെയിൻ March 1 ആണ്. March 1 ആകുമ്പോൾ എനിക്കൊരു 40ക്ക് മുകളിലാവണം വെയിറ്റ് ഗെയിന്. പിന്നെ യൂട്യൂബ് ഈ ഇയർ ലാസ്റ്റേ ഉള്ളൂ. ഇയർ ലാസ്റ്റ് ആകുമ്പോൾ 5,000 സബ്സ്ക്രൈബേഴ്സ് എങ്കിലും വേണമെന്നാണ്. ആൻഡ് ഫോർത്ത് വൺ ഈസ് ഇതേപോലെ ജോബിൻ്റെത്, കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. ജോബിന്റെ നെക്സ്റ്റ് ഇയർ ആയാലും എനിക്ക് പ്രശ്നമില്ല. കംപ്ലീറ്റ് എനിക്ക് ഈ ഒരു ഇയർ ഞാൻ സ്റ്റഡീസിനും കൂടി കുറച്ച് ഫോക്കസ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് ഈ ഇയറോട് കൂടി ഈ 4 പ്ലാൻസും കംപ്ലീറ്റ് ആക്കണം എന്നാണ്. ഇതെന്റെ ഫസ്റ്റ് ഒരു ലോങ് വീഡിയോ ആണ്. എനിക്ക് എങ്ങനെ ചെയ്യണമെന്നൊന്നും അറിയില്ല. അപ്പൊ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റ് ചെയ്യുക. എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് 2025 നിങ്ങളുടെ പ്ലാൻസ് എന്താണെന്ന് വെച്ചാൽ അതും കമന്റ് ചെയ്യുക. നിങ്ങൾ അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് തുടങ്ങിയെന്നും കൂടി. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും പ്ലാൻ കാണും. അപ്പം നമ്മളത് നടക്കട്ടെ എന്ന് പറഞ്ഞു തന്നിട്ട് കാര്യമില്ല, അതിനുവേണ്ടി വർക്ക് ചെയ്യണം. ഞാൻ ഇതിനെല്ലാത്തിനും വേണ്ടിയിട്ട് നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ പ്ലാൻസിന് വേണ്ടിയിട്ട് നിങ്ങളും വർക്ക് ചെയ്യുക. അപ്പൊ ഇനി മറ്റൊരു വീഡിയോ കാണാം. ബൈ.